ഫിഷിംഗ് ഫ്രീക്സ് നമ്മൾ അരാപ്പായ്മയ്ക്ക് തീറ്റ കൊടുക്കുകയാണ്. നമ്മൾ നേരത്തെ ഇട്ട വീഡിയോ നിങ്ങൾ കാണണം. അതിൻ്റെ അകത്ത് നമ്മൾ എന്താ അന്ന് തിന്നാൻ കൊടുത്തത് അരാപ്പായ്മയ്ക്ക്? അന്ന് ആദ്യമേ പഴുതാര. അപ്പൊ നമ്മൾ അരാപ്പായ്മയ്ക്ക് നമ്മൾ ഇഷ്ടം പോലെ തീറ്റ കൊടുത്തിട്ടുണ്ട്. പഴുതാരനെയും പല്ലീനെയും ഒക്കെ തിന്നാൻ കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇന്ന് കൊടുക്കാൻ പോകുന്ന മീൻ പിടിച്ചോണ്ട് കൊടുക്കാൻ പോകണം അല്ലേ? ആ മീനൊന്ന് കാണിച്ചു കൊടുത്തേ. ഈ മീൻ എവിടുന്ന പിടിച്ചോന്ന് നിനക്കറിയാവോ? നീ കണ്ടായിരുന്നോ? ആ വീഡിയോക്ക് തന്നെ നീ വരാഞ്ഞേ? ഹരിക്കോട്ടൻ ഇറങ്ങിപ്പോയി കേട്ടോ. ഹരിക്കോട്ട വല എടുത്ത് മാറ്റിക്കോ. എടാ നിന്റെ പഠിത്തമൊക്കെ എങ്ങനെയാ? സൂപ്പറായിട്ട് പോകുന്നോ? വീഡിയോസ് കാണുന്നതിന് ഇഷ്ടമുള്ള ആൾക്കാരോട് എന്തെങ്കിലും പറയാനുണ്ടോ? അപ്പൊ നമ്മുടെ അരാപ്പയും എല്ലാം നല്ല അടിപൊളിയായിട്ട് കിടപ്പുണ്ട്. നോക്കി ഹരിക്കോട്ടനായിട്ട് ഇപ്പൊ നല്ല ഫ്രണ്ട്ലി ആയി കേട്ടോ. എടാ നമ്മുടെ ഓസ്കാർ എവിടുന്നാ വന്നേ? അതല്ല, നമുക്ക് ഈ ഓസ്കാറിന് എവിടുന്നാ കിട്ടിയത്? ആ വീഡിയോ നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടില്ല. അത് നമ്മൾ ഉടനെ അപ്ലോഡ് ചെയ്യും. അതൊരു വെറൈറ്റി വീഡിയോ ആയിരുന്നു അല്ലേ? എവിടുന്ന ഈ ഓസ്കാറിനെ കിട്ടിയെന്നുള്ള നീ ഇല്ലായിരുന്നു അന്ന് നമ്മളെ ഇതൊക്കെ കൊണ്ടുവന്നത്. ഓക്കെ, ആ വീഡിയോ അപ്ലോഡ് ചെയ്യും കേട്ടോ. അപ്പൊ നമുക്ക് എന്താണെങ്കിലും അരാപ്പയ്മയ്ക്ക് തീറ്റ കൊടുക്കാം. കുറെ ആൾക്കാർ കാണാൻ വരാന്ന് പറഞ്ഞിട്ട് ആരും കണ്ടില്ല കേട്ടോ. ആ പിടിച്ചോണ്ട് വന്നത് ഒരു മീനാണ് കൊടുക്കാൻ പോകുന്നത്. ഈ മീനിനെ അത് കഴിക്കുമെന്ന് തോന്നുന്നുണ്ട് ഇത്ര വലുതിനെ. ആർക്കും ഉറപ്പായിട്ട് തോന്നുന്നേ? ഹരിക്കോട്ടിന് ഉറപ്പായിട്ട് തോന്നുന്നു. അത് കാര്യം തന്നെ ഉറപ്പായിട്ട് തോന്നുന്നുണ്ട് അല്ലേ? വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടോ ഇതിനെ കഴിക്കുമെന്ന്? അപ്പൊ നമുക്ക് കൊടുത്താലോ? കൊടുക്കാം. നമ്മൾ കൊടുക്കാൻ പോവാണ്. അപ്പൊ നമ്മളിത് കൊടുക്കുന്നതിന് മുമ്പ് ഈ മീനിനെ എവിടുന്നാണ് പിടിച്ചതെന്ന് നിങ്ങൾ കണ്ടിട്ട് വാ. അതിനുശേഷം നമുക്ക് കൊടുക്കാം കേട്ടോ. ആ ഷാള് മാറ്റിക്കേ. മാസ്ക് ഒക്കെ എടുത്തല്ലോ അല്ലേ? അടയ്ക്കുവാണേ. ഹലോ, അപ്പൊ എല്ലാവർക്കും ഗുഡ് ഈവനിങ്. എന്റെ പേര് സെബിൻ സുരേഖ്. വെൽക്കം ടു മൈ ചാനൽ ഫിഷിംഗ് ഫ്രീക്സ്. അപ്പൊ നമ്മളിന്ന് ഒരു സ്ഥലം വരെ പോവാണ്. ഫിഷിംഗ് ആണ് മെയിൻ ഉദ്ദേശം. പക്ഷേ ഫിഷിംഗ് നടക്കുമെന്ന് നമുക്ക് അറിയത്തില്ല. ഫിഷിംഗ് അല്ലാതെ വേറെ കുറെ ആക്ടിവിറ്റീസ് നമ്മുടെ പ്ലാനിലുണ്ട്. ഹരിക്കൂട്ടൻ വരാൻ വേണ്ടി ഇരുന്നാണ് കേട്ടോ. പക്ഷേ ഹരിക്കൂട്ടൻ ഉറങ്ങിപ്പോയി. അവന് വേറെ എന്തൊക്കെയോ പരിപാടികളുണ്ട്. അപ്പൊ ഹരിക്കൂട്ടൻ ഇല്ല. അപ്പൊ നമ്മൾ ബാക്കി എല്ലാവരും ഉണ്ട്. അമ്മിയുണ്ട്, കുഞ്ഞപ്പൻ ചേട്ടനുണ്ട്, നീണ്ട കരയിച്ച പെൺകുട്ടി മോളി ആന്റി. മമ്മി അനിത്യാണ് കേട്ടോ. ഇവരെ ആന്റീനെ എല്ലാവർക്കും അറിയായിരിക്കും. നമുക്ക് മുംബൈ ചെന്നപ്പോഴേക്കും കറുവപ്പിനെയും ചെമ്പല്ലിനെയും കറിയൊക്കെ വെച്ച് തന്ന ആന്റിയാണ് കേട്ടോ. അപ്പൊ നമ്മൾ പോവാണ് കേട്ടോ. സ്ഥലം കാണിച്ചു തരാം. വളരെ ഭംഗിയുള്ള സ്ഥലമാണ്. നമ്മൾ പോകുന്ന സ്ഥലം ഒത്തിരി ആൾക്കാരൊന്നും വരാത്തൊരു സ്ഥലമാണ് കേട്ടോ. അതുകൊണ്ട് നമുക്ക് സേഫ് ആണ്. പോകുമ്പോഴേക്കും ഏറ്റവും സേഫ് ആയിട്ട് പോവുക. നമ്മുടെ കാര്യം നമ്മൾ നോക്കുക, അല്ലാതെ കൊറോണ ഇങ്ങോട്ട് വന്നതിനാണ് നമ്മളെ പിടിക്കത്തില്ല. അപ്പൊ എന്തായാലും നമുക്ക് പോകാം കേട്ടോ. ഞാൻ സ്ഥലം കാണിച്ചു തരാം. സാറേ, പാലത്തിനപ്പുറം പോകുന്നില്ല. ആ ഇല്ലില്ല, പാലത്തിനപ്പുറം പോകുന്നില്ല. താങ്ക് യു സാർ. നമ്മളിപ്പോ പോകുന്നത് തണ്ണീർമുക്കത്താണ് കേട്ടോ. തണ്ണീർമുക്കം ബണ്ടിന്റെ അവിടെയാണ്. ബണ്ടിന്റെ അപ്പുറത്തേക്ക് വണ്ടി വിടത്തില്ല. നമ്മൾ ബണ്ടിന്റെ ഇപ്പുറയായിരിക്കും പാർക്ക് ചെയ്യുന്നത്. അപ്പൊ നേരെ കാണുന്നതാണ് തണ്ണീർമുക്കം ബണ്ട്. നമ്മൾ പാലത്തേക്ക് കയറുന്നില്ല. നമ്മൾ പാലത്തിന്റെ സൈഡിൽ കൂടെ അങ്ങോട്ടേക്ക് പോവാണ് കേട്ടോ. ആക്ച്വലി നമ്മൾ ബണ്ടിന്റെ അടിയിലാണ് പോകുന്നത്. അത് വലിയ ക്രൗഡഡ് ആയിട്ടുള്ള ഏരിയ ഒന്നും അല്ല. അതുകൂടാതെ അവിടെ നമുക്ക് ഇരിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്, മഴ പെയ്താലും കേട്ടോ. ഞങ്ങൾ സ്ഥലം കാണിച്ചു തരാം. വളരെ ഭംഗിയുള്ള സ്ഥലമാണ്. പക്ഷെ വഴി ഇച്ചിരി മോശമാണ് കേട്ടോ. വഴി കാണിച്ചു കൊടുത്തൊരു അപ്പൊ നമ്മൾ തണ്ണീർമുക്കം ബണ്ടിൽ എത്തിയിട്ടുണ്ട്. ഞാൻ സ്ഥലം കാണിച്ചു തരാം. സ്ഥലം കാണിച്ചിട്ട് നമുക്ക് വണ്ടി നമ്മളിവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ആദ്യത്തെ ലക്ഷ്യം എന്ന് പറയുമ്പോൾ ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഫുഡ് ചൂടാക്കണം അല്ലേ? ഫുൾ വണ്ടിയിൽ ടൈറ്റ്ലി പാക്ഡ് ആണ് കേട്ടോ. എടി മോളെ എടുത്ത് നമ്മുടെ ചെടി. നമ്മൾ വീട്ടിൽ നിന്ന് ബിരിയാണി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. നമ്മളത് അപ്പൊ നമ്മൾ ബിരിയാണി ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അധികം സമയമൊന്നും എടുക്കത്തില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചൂണ്ടടിയിലാണ് കേട്ടോ. നമ്മൾ ഫുഡ് കഴിച്ച് നമ്മൾ ചൂണ്ടടിയിലാണ്. അപ്പൊ ഞാൻ സ്ഥലം കാണിച്ചു തരാം. അമ്മ, സ്ഥലം എങ്ങനെയുണ്ട് അല്ലേ? അടിപൊളി സ്ഥലമാണ് കേട്ടോ. നല്ല സ്കൈയും ചെറിയൊരു മഴയൊക്കെ പെയ്ത് കിടപ്പുണ്ട്. അതുകൊണ്ട് നല്ല രസം. ആ നിറച്ച് തുമ്പിയാണ് കേട്ടോ. കഴിച്ചതുണ്ടോ? ഇഷ്ടംപോലെ തുമ്പികള്. ഞാൻ നിങ്ങളെ നമ്മുടെ കായൽ കാണിച്ചു തരാം. കണ്ടോ എന്നാ വ്യൂ ആന്ന് നോക്കിയേ. അടിപൊളിയല്ലേ? എവിടെ ചെന്നാലും ഇതുപോലത്തെ ഒരാൾ നമുക്ക് കമ്പനിക്കാണ് കേട്ടോ.
ഞാൻ കൈ കൊണ്ട് ടച്ച് ചെയ്യുന്നില്ല, ബിക്കോസ് എനിക്ക് ഫുഡ് കഴിക്കേണ്ടതാണ്. ഇവിടെ നിൽക്കുവാണെങ്കിൽ കുറച്ച് ഫുഡ് തരാം കേട്ടോ. പുള്ളി ഭയങ്കര ഫ്രണ്ട്ലി ആണ് കേട്ടോ. ഞാൻ അവനെ കൈ കൊണ്ട് ടച്ച് ചെയ്യുന്നില്ല, കാരണം എനിക്ക് ഫുഡ് കഴിക്കാനുള്ളതാണ്. കാലും കൊണ്ട് നമുക്ക് ടച്ച് ചെയ്യാം, പ്രശ്നമില്ല. ഫുഡ് തരാം, കൊടുത്തു വരുവാണെങ്കിൽ. സ്ഥലം കണ്ടല്ലോ, ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് കേട്ടോ. നമ്മൾ എന്താണെങ്കിലും ഫുഡ് കഴിക്കാൻ പോകണം കേട്ടോ. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ചൂണ്ടയിട്ടിട്ട് മീൻ വല്ലതും കിട്ടുമോ ഇല്ലയോ നമുക്ക് ഉറപ്പൊന്നുമില്ല. പക്ഷേ എനിക്ക് ഇനി മാസ്കിന്റെ ആവശ്യമില്ല, കാര്യം ആൾക്കാരൊന്നും ഇല്ലല്ലോ. വരുവാണെങ്കിൽ ഫുഡ് തരാം. ഒന്നും കൂടെ പറയാം. ബാ, നമ്മുടെ ബിരിയാണി എവിടം വരെ ചൂടായി? ഫുള്ളി ചൂടായി കേട്ടോ. എനിക്ക് തോന്നുന്നു ഒരു എടുക്കാറായല്ലേ? ഞാൻ ഓഫ് ചെയ്തേക്കട്ടെ. എടുത്താ ആൻറ്റി, ഓഫ് ആക്കിയിട്ടുണ്ട്. ബിരിയാണിയുടെ മണം വരുന്നുണ്ട്. തുറന്ന് അടിപൊളി. സമയം 4 മണിയാണ്. നമ്മൾ ഉച്ചക്കത്തെ ഫുഡ് കഴിച്ചിട്ടില്ല. നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ് കേട്ടോ. വിളമ്പെടുക്കാൻ പോതേ. നല്ല മുട്ട ബിരിയാണി. ആന്റി എങ്ങനെ എടുക്കുമല്ലേ? അതിന് മുട്ടയുണ്ടോ? കറക്റ്റ് ആയിട്ട് എങ്ങനെ എടുത്താൽ മതി? ആന്റിയാണോ മുട്ട വെച്ചത്? എന്നിട്ട് ഒരു രക്ഷയില്ല എന്റെ പൊന്നെ. സാലഡ് മസ്റ്റ് ആണ് കേട്ടോ നമുക്ക്. കുഞ്ഞപ്പം ടേസ്റ്റ് ചെയ്ത് എന്തായാലും അഭിപ്രായം പറയും കേട്ടോ. കുഞ്ഞപ്പ ടേസ്റ്റ് കാണിച്ചടാ. 2 പ്രാവശ്യം ഓൾറെഡി ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. എന്നാലും ഒന്നും കൂടി ടേസ്റ്റ് ചെയ്ത് അഭിപ്രായം പറയും. എങ്ങനെയാണ് അമ്മന്റെ ബിരിയാണി? നല്ല ടേസ്റ്റ്. ഒന്നാമത്തെ കാര്യം നമ്മൾ നല്ല വിശന്ന് പൊരിഞ്ഞിരിക്കണം, അതൊരു ഫാക്റ്റ് ആണ്. നല്ലതാ, അടിപൊളി. ആണോ? എങ്ങനെയുണ്ടോ അമ്മി? ഞാൻ ടേസ്റ്റ് ചെയ്തില്ല, അതുകൊണ്ട് ഞാൻ മമ്മിയുടെ പാത്രത്തിൽ നിന്ന് ഒരു ടേസ്റ്റ് ചെയ്യണം കേട്ടോ. കാരണം ഞാൻ ടേസ്റ്റ് ചെയ്ത് തുടങ്ങി എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. അടിപൊളിയാണ് കേട്ടോ. അപ്പൊ ബിരിയാണി എല്ലാം കഴിച്ചു കഴിഞ്ഞിട്ടാണ് നമ്മൾ ചൂണ്ടയെല്ലാം വണ്ടിക്കകത്ത് സെറ്റാണ്. ബിരിയാണി കഴിച്ചതിന് ശേഷമാണ് നമ്മൾ ചൂണ്ടിടാൻ പോകുന്നത്. അപ്പൊ നമ്മളെല്ലാം പെട്ടെന്ന് കഴിക്കട്ടെ കേട്ടോ. നമ്മൾ ഫുൾ സെറ്റാണ് കേട്ടോ. നമ്മുടെ ചൂണ്ട നമ്മൾ എടുത്തിട്ടുണ്ട്. പോയി നിൽക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം ഇതിന്റെ അറ്റത്താണ്, കോർണറിലാണ്. അങ്ങോട്ടോ നമ്മൾ ഏകദേശം ആ ഒരു കോർണറിലാണ് കേട്ടോ നമ്മൾ ചൂണ്ടിടാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഇവിടെയാണ് കേട്ടോ ചൂണ്ടയിടുന്നത്, ഈ സൈഡില്. നമ്മുടെ കുട ഇവിടെ സ്ഥാപിക്കും. ഇതാണ് നമ്മൾ നമ്മുടെ കുട സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ പെട്ടെന്ന് ഒരു മഴ വന്നാൽ നമ്മൾ നനയത്തില്ല. അപ്പൊ ചൂണ്ടയിടാൻ സ്റ്റാർട്ടിങ് കേട്ടോ. പപ്പയൊക്കെ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ കൂലിക്ക് വെച്ചേക്കുന്ന ചൂണ്ടക്കാരാണ് ഇവരെല്ലാരും. കൂലി ചൂണ്ടക്കാർ. ഗൈസ്, അങ്കിൾ വെള്ളത്തിൽ ഇറങ്ങി നിന്ന് വലയിടുകയാണ്. അങ്കിൾ എവിടുന്ന തീറ്റ പോയത്? കളഞ്ഞു ഗൈസ്. അയ്യോ, എടാ തീറ്റ എടുത്തിട്ടുവാ. തീറ്റ എടുത്തിട്ടുവാ. അയ്യോ, പൂളാനായിരുന്നു. അടിപൊളി. കളഞ്ഞ് പൂളാൻ. ഇവിടെ മീനുണ്ട്, ഇങ്ങോട്ട് പോരെ. അങ്ങനെ നമ്മുടെ ആദ്യത്തെ മീനെ കുഞ്ഞപ്പം പിടിച്ചിരിക്കുകയാണ്. മീനെ കാണിച്ചു തരാം. നമ്മുടെ നാട്ടിലൊക്കെ പൂളൻ എന്ന് പറയുന്ന സാധനം. ഞാൻ ചൂണ്ട ഇവിടെ വെച്ചേക്കുവാ. അയ്യോ, ഞാൻ വിട്ടുപോയില്ല കേട്ടോ. അടിപൊളി വെച്ചേക്ക. ഞാൻ പിടിച്ചിട്ട് വരില്ല. ആണോ? അപ്പൊ നമുക്ക് പിന്നെ ഇടാനായിട്ട് ബക്കറ്റ് എടുത്തോണ്ട് വരണം. പൂളാൻ എനിക്ക് അവൻ വെട്ടി വിഴുങ്ങി കളഞ്ഞു കേട്ടോ. ഗൈസ്, രണ്ടാമത്തെ പൂളാൻ. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, അവൻ നമ്മുടെ ചൂണ്ട അങ്ങനെ ഇത് കണ്ടല്ലോ, അങ്ങ് അകത്താക്കി കേട്ടോ. ഇപ്പം രണ്ടാമത്തെ പൂളാൻ. ഓക്കെ, നമ്മളിത് ഒരു ചെമ്മീൻ എടുത്തിട്ട് ഇങ്ങനെ കോർക്കുക, അതിൻ്റെ വാല് കട്ട് കളയുക, അതിനുശേഷം ഇതിനെടുത്ത് അങ്ങോട്ട് ഇടുക. ഇനിയിപ്പോൾ വെള്ളത്തിൽ പോകും ഉറപ്പാ. ഓ അടിപൊളി. ഗൈസ്, മോള് പിടിച്ചിട്ടുണ്ട്. ക്യാമറ റെക്കോർഡിംഗ് ആടി നോക്കി. അതെ, മോള് പിടിച്ചിട്ടുണ്ട് പൂളാൻ. അത് വിഴുങ്ങി കിടക്കുമായിരുന്നു കേട്ടോ. ഇതുണ്ടല്ലോ, തീറ്റ അങ്ങ് വായിക്കകത്താണ്. സെക്കൻഡ് പൂളാൻ ബൈ മോളു. നമുക്കിനി മിക്കവാറും ചൂണ്ടയിടാൻ ഇച്ചിരി പാടായിരിക്കും.
ഇപ്പോൾ കുറച്ച് ആൾക്കാരെങ്കിലും ചിന്തിക്കുന്നുണ്ടായിരിക്കും ഈ 3 മീനിനെ പിടിക്കാനാണ് ഞങ്ങൾ എല്ലാവരും ഇത്രയും സമയം കളഞ്ഞതെന്ന്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മീനിനെ പിടിക്കുക എന്നുള്ളതല്ല നമ്മുടെ ഉദ്ദേശം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇത്രയും തിരക്കുള്ളൊരു സമയത്ത് നമ്മൾ കുറച്ച് സമയം നമ്മുടെ ഫാമിലിക്ക് വേണ്ടി മാറ്റി വെക്കുക, അവരുടെ കൂട്ടത്തിൽ സമയം സ്പെൻഡ് ചെയ്യുക. ആകപ്പാടെയുള്ളൊരു ചെറിയ ജീവിതത്തിൽ ഇതൊക്കെ അല്ലാതെ നമുക്ക് എന്താണ് ഉള്ളതെന്നുള്ളതാണ് നമ്മുടെ ഒരു കൺസെപ്റ്റ്. എന്താണെങ്കിലും നമ്മളിത് ഇന്നത്തെ ചൂണ്ടയിടയിൽ നിർത്തി. ചൂണ്ടയിട്ട് മീനൊന്നും കിട്ടിയില്ല. പക്ഷെ മമ്മി, നമ്മൾ മീൻ പിടിക്കാൻ വേണ്ടിയാണോ വന്നത്? നമ്മൾ ചുമ്മാ മീൻ കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ, അത് തന്നെ, നമ്മൾ അതിനാണ് വന്നത് കേട്ടോ. അപ്പൊ കണ്ടല്ലോ, നമ്മൾ തണ്ണീർമുക്കൊന്ന് പിടിച്ചോണ്ട് നമ്മുടെ പൂളാണ് നമ്മൾ കൊടുക്കാൻ പോവാണ്. പുള്ളി ഓൾറെഡി അഗ്രസീവ് ആണ്, നമ്മൾ ഇടുവാണ് കേട്ടോ. ഞാൻ ഹാൻഡ് ഫീഡ് ചെയ്യുവാണ്. കഴിച്ചു ഗൈസ്, നോക്കിയേ, അവന്റെ വായിലാണ്. പുള്ളി സിമ്പിളായിട്ട് കഴിക്കും, പുള്ളി വളരെ ഈസി ആയിട്ട് കഴിക്കും. ഓസ്കാർ പുറകെ നടക്കുവാണ്. ഓസ്കാറിന് ഒന്നും കിട്ടിയിട്ടില്ല. പക്ഷെ ഓസ്കാറിന് കൊടുക്കാനുള്ള തീറ്റ നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ. ഓസ്കാർ നമ്മൾ ചെമ്മീനാണ് കൊടുക്കുന്നത്. ഞാൻ ഒന്നും കൂടെ ഹാൻഡ് ഫീഡ് ചെയ്യാം. ഇതിന് വിശപ്പ് മാറിയിട്ടില്ല. പുള്ളിയുടെ ആ ഒരു സ്ട്രൈക്ക് ഭയങ്കര രസമാണ് കേട്ടോ, ഭയങ്കര രസമാണ് പുള്ളിയുടെ സ്ട്രൈക്ക്. കണ്ടോ, കയ്യില് കടിക്കത്തില്ല. കൈ അറിയാം, കൈ ഉണ്ടോ? കൊടുത്തോ ഹരിക്കുട്ടൻ കൊടുക്കണടാ, നീ കൊടുത്തോ, കടിക്കത്തില്ലടാ. കണ്ടോ, മമ്മി കൊടുക്കാൻ പോകണം കേട്ടോ. ഓസ്കാർ കഴിച്ചില്ല, ഇടയ്ക്ക് കഴിക്കുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. എന്നാലും നമ്മൾ കുറച്ച് കഴിച്ചല്ലേ? അതെ, ഓസ്കാർ കഴിച്ചു. നമ്മൾ കുറച്ച് ബോട്ടം ഫീഡ് ഇടുവാണ്. ഇതിന്റെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റെറ്റെയിൽ ക്യാറ്റ് ഫിഷ് അതിനകത്ത് കിടപ്പുണ്ട്. അപ്പൊ അവൻ ബോട്ടം ഫീഡ് ആണ്. പുള്ളി താഴെ പോകുന്ന തീറ്റ പുള്ളി കഴിക്കുന്നത്. അപ്പൊ എന്തായാലും നമ്മുടെ അരാപ്പമി തീറ്റ കൊടുത്തിട്ടുണ്ട്. എങ്ങനെയുണ്ട് അരാപ്പമി തീറ്റ കൊടുത്ത്? എല്ലാ പ്രാവശ്യം കൊടുത്തതിൽ ഇതാണ് ഇഷ്ടപ്പെട്ടത്, ഇതിന് മുമ്പത്തെയാണ് ഇഷ്ടപ്പെട്ടത്? ഇതാണോ കാര്യം തന്നെ? കയ്യിൽ നിന്ന് മേടിച്ചല്ലേ? അപ്പൊ എനിക്ക് തോന്നുന്നു അരാപ്പമിക്ക് നമ്മൾ ഏറ്റവും ക്ലോസ് ആയിട്ട് ഇത്രയും നല്ല രീതിയിൽ ഫുഡ് കൊടുക്കുന്ന ഇപ്രാവശ്യമാണല്ലേ? ഏറ്റവും വലിയ തീറ്റ കൊടുക്കുന്നു ഇപ്രാവശ്യമാണ്. അപ്പൊ എന്താണെങ്കിലും നമ്മുടെ ചാനലിൽ പുറകെ വീഡിയോസ് വരുന്നതാണ്. അപ്പൊ താങ്ക് യു സോ മച്ച്. ഞങ്ങൾ ഈ വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പൊ താങ്ക്സ് ഫോട്ടേക്ക് എന്തെങ്കിലും പറയും. സാമ്പിൾ അതിനെ കാണിക്കാനായിട്ട് ആ ഫോട്ടോയ്ക്കകത്തെ പോലത്തെ മുടി അല്ലേ? ഞാൻ ഒത്തിരി നാൾ മുടി വെട്ടുന്നല്ലേ? നല്ലതാണോ? സുന്ദരനാണോ? എടാ, നീ അല്ലേ എന്റെ അടുത്ത് പറയാൻ മുടി വളർത്താനായിട്ട്? എന്നിട്ട് നീ ഇപ്പൊ പറയുന്നോ കൊള്ളത്തില്ലായിരുന്നു? ഇതാണ് ലുക്ക്. താങ്ക് യു സോ മച്ച്. ഇൻട്രോ എടുത്താലോ? ഈ ഇൻട്രോ അല്ല, ഒറിജിനൽ ഇൻട്രോ. വാ, പറ്റൂടാ കുത്തി ഇറക്കുക. ഞങ്ങൾ എന്നിട്ട് പറ്റൂല്ലേ? ഇവിടെ വെച്ചിട്ട് എന്നാ കാര്യം? കട്ടി ഒത്തിരി ഒന്നും കിട്ടിയില്ലെങ്കിൽ നമ്മുടെ അരാപ്പമിക്ക് തീറ്റ കൊടുക്കാനുള്ള അത്രയും കിട്ടിയാൽ മതിയായിരുന്നു. മീനിന്റെ പേരെന്നാ അത് പറഞ്ഞു? നമ്മൾ അന്ന് പറഞ്ഞു, നീ ഓർക്കുന്നില്ലേ? എടാ, കോയിക്കാർപ്പ്. അത് വീഡിയോ കാണാത്തവർക്ക് ആ വീഡിയോ നമ്മുടെ ചാനൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടല്ലേ? നമ്മൾ കൊടുക്കാൻ പോവാണ്. ഒരു മിനിറ്റ്. അത് തട്ടരുത്, ഇത് തട്ടരുത്. തട്ടിയ പിന്നെ കഴിക്കത്തില്ല. പാഷൻ ഫ്രൂട്ടോ? നീ ഇതുവരെ കണ്ടിട്ടില്ലേ? ഇതിവിടെ ഈ മരം, ഈ ചെടി ഇതുവരെ കണ്ടിട്ടില്ലേ? നീ ആദ്യമായിട്ടാണ് ഇതിലെ കാ കാണുന്നത് ഇത്രയും പ്രാവശ്യം ഇവിടെ വന്നിട്ട്. അപ്പൊ ഓൺലൈൻ നന്നായിട്ട് പഠിച്ചോണം കേട്ടോ. എങ്കിലും നോക്കി, അമ്മ എന്റെ അടുത്ത് പറഞ്ഞാൽ ഇച്ചിരി അലമ്പാന്ന് ഇടയ്ക്ക്. ശരിയാണോ? പഠിച്ചോളൂ. അവിടെ പഠിച്ചാലേ നിന്നെ എന്റെ അടുത്ത് വീഡിയോ എടുക്കാൻ വിടത്തുള്ളൂ. പഠിക്കും എന്ന് പോയിട്ട് നമ്മൾ വീഡിയോ ഒക്കെ എടുത്തല്ലേ? അപ്പൊ ഇന്ന് ഇച്ചിരി കൂടുതലും പഠിക്കണം. കാരണം നീ വീഡിയോ എടുക്കുമ്പോ, സപ്പോസ് ഇന്ന് വീഡിയോ എടുക്കാൻ വരുന്നു, നീ ഇച്ചിരി കൂടുതൽ നന്നായിട്ട് മിടുക്കാനായിട്ട് പഠിക്കുന്നു. അപ്പൊ അമ്മ എന്നാ വിചാരിക്കും? എന്നാ വിചാരിക്കും പറ? അമ്മ വിചാരിക്കും, ഇന്ന് വീഡിയോ എടുക്കാൻ പോയപ്പോ ഹരിക്കൂടെ നന്നായിട്ട് പഠിച്ചു, എന്നാ ഇനി വീഡിയോ എടുക്കാൻ വിടാം എപ്പോഴും അപ്പൊ നന്നായിട്ട് പഠിക്കുന്നുണ്ടല്ലോ, മിടുക്കാണ്. അങ്ങനെ വിചാരിക്കത്തില്ലേ? അപ്പൊ അതുകൊണ്ട് വീഡിയോ എടുക്കുന്ന ദിവസമൊക്കെ നന്നായിട്ടൊക്കെ പഠിക്കണം കേട്ടോ. ഓക്കെ, എന്നാ കേട്ടോ, ഓടിപ്പോയി പഠിച്ചോ കേട്ടോ. ബൈ ബൈ.